ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വിജയലക്ഷ്മി വന്നിട്ട് മകളായിട്ടുള്ള ശിവാനി രഞ്ജുവിനോട് സംസാരിക്കുകയാണ്. അപ്പം രഞ്ജുവിനോട് പറയാണ്, നീ എന്തിനാ ഗോവിന്ദിൻ്റെയും ഗീതുവിൻ്റെ ജീവിതത്തിനിടയ്ക്ക് വെറുതെ ഒരു ഇടിച്ചു കയറി ചെന്നൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്? അവർ സ്വസ്ഥതയോടെ സമാധാനത്തോടും കൂടി ജീവിക്കുകയല്ലേ. അപ്പം രഞ്ജു തിരിച്ച് ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, എൻ്റെ ജീവിതം നശിപ്പിച്ചത് നിങ്ങളാ. അങ്ങനത്തെ നിങ്ങൾക്ക് എന്താ ഗീതുവിൻ്റെ ജീവിതം കെട്ടുറപ്പിക്കാൻ വേണ്ടി ഇത്രയ്ക്ക് ഉത്സാഹം? അപ്പോൾ അവർ തിരിച്ചു ചോദിക്കുകയാണ്, ഞാനാണോ നിൻ്റെ വിവാഹ ജീവിതം നശിപ്പിച്ചത്? അതെ, നിങ്ങൾ തന്നെയാണ്. എന്നെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയ നിങ്ങൾ തന്നെയാണ് എൻ്റെ താലി ഭാഗ്യം ഇല്ലാതാക്കിയത്. അപ്പം വിജയലക്ഷ്മി കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്, മോളെ, എന്നെ കതിർമണ്ഡപത്തിലേക്ക് കൈപിടിച്ച് കയറ്റേണ്ടിയിരുന്ന നിങ്ങൾ തന്നെയാണ് ഇപ്പം മറ്റൊരു പെണ്ണിൻ്റെ താലി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും മുൻകൈ എടുക്കുന്നത്. നിങ്ങൾ എൻ്റെ അമ്മ തന്നെയല്ലേ, എന്നിട്ടും നിങ്ങൾ എന്നോട് എന്തൊരു ചതിയാണ് ചെയ്തത്? എന്തിനാ ഞാൻ സ്നേഹിച്ചിരുന്ന ഒരാളെ എന്നിൽ നിന്നും അകറ്റിയത്? അപ്പോഴും വിജയലക്ഷ്മി അത് തന്നെയാണ് പറയുന്നത്. അതിന് നിന്നോട് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടെന്ന് കരുതിക്കോ. അപ്പോൾ രഞ്ജു പുച്ഛത്തോടെ പറയാണ്, പുതിയ മകളെ കിട്ടിയപ്പോൾ സ്വന്തം മകളെ കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞാൽ നിങ്ങളെ ഞാൻ എന്ത് പേരാണ് വിളിക്കേണ്ടത്? അപ്പോൾ വിജയലക്ഷ്മി കുറച്ച് കാഠിന്യത്തോടുകൂടി പറയാണ്, മോളെ, ഇനിയും ഈ രീതിയിൽ നീ എന്നോട് സംസാരിച്ചാൽ നമ്മളുടെ ബന്ധം കുറച്ചുകൂടി വഷളാവത്തേ ഉള്ളൂ. മോളെ, ഇതുവരെ സംഭവിച്ചല്ല നീ മറന്നിട്ട് ചെമ്പകശ്ശേരിയിലേക്ക് വാ. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, ഒരിക്കലും വരില്ല. എൻ്റെ വിവാഹ ജീവിതം തട്ടിക്കളഞ്ഞ് നിങ്ങളോടൊപ്പം ഇനി ഒരിക്കലും ജീവിക്കില്ല എന്ന തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല. വീണ്ടും വിജയലക്ഷ്മി സങ്കടത്തോടു കൂടി വിളിക്കുകയാണ്, ശിവ, ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയായിരുന്നെന്ന് ഒരിക്കൽ സങ്കടത്തോടു കൂടി നീ തിരിച്ചറിയുക തന്നെ ചെയ്യും. അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്തേക്ക് വരണം, എൻ്റെ ശിവരഞ്ജിനെ എനിക്ക് ചേർത്ത് പിടിക്കാൻ. അപ്പോൾ വീണ്ടും വന്നിട്ട് ശിവരഞ്ജിനി ദേഷ്യത്തോടു കൂടി തന്നെയാണ് പറയുന്നത്, അങ്ങനൊരു മുഹൂർത്തം നമുക്കിടയിൽ ഒരിക്കലും ഉണ്ടാവില്ല. എങ്കിലിനി എനിക്ക് നിന്നോടൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഗോവിന്ദിൻ്റെ ജീവിതത്തിൽ നീ ഒരു ദുരന്തമായിട്ട് മാറരുത്. അവനും അവൻ്റെ ഭാര്യയെ സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ, അവരെ വെറുതെ വിട്ടേക്ക്. അപ്പോൾ രഞ്ജു ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, അതിനെനിക്ക് മനസ്സില്ല. കാരണം ഇനി എനിക്ക് അഭയം തരേണ്ടത് ആ വീടാ. അറക്കൽ കുടുംബത്തിലെ ആമാടപ്പെട്ടി തിരിച്ചു കൊടുത്തത് വരെ ചിലതൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെയാണ്. അതെല്ലാം ഞാൻ നടപ്പിലാക്കുക തന്നെ ചെയ്യും. വിജയലക്ഷ്മിയെ ഞെട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അമ്മയും അമ്മയുടെ പുതുമോളും കൂടെ എന്തൊക്കെ തീരുമാനിച്ചാലും എന്നെ തടയാനാവില്ല എന്നും പറഞ്ഞുകൊണ്ട് ശിവരഞ്ജിനി അവിടുന്ന് പോവുകയാണ്. ആ പോക്ക് നോക്കിക്കൊണ്ട് നിസ്സഹായിട്ട് നിൽക്കാനേ വിജയലക്ഷ്മിക്ക് സാധിക്കുന്നുള്ളൂ. അതിനുശേഷം കാറിലിരുന്നു കൊണ്ട് മടക്ക യാത്രയിൽ അവർ പൊട്ടി കരയാണ്. കാരണം അന്ന് ശിവരഞ്ജിനി അവരോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലേക്ക് വരികയാണ്. അതായത് ഗോവിന്ദിൻ്റെ കല്യാണത്തിന് മുന്നേ ഗോവിന്ദനെ സ്നേഹിക്കുന്ന സമയത്ത് ശിവരഞ്ജിനി വന്നിട്ട് ബാംഗ്ലൂരിലുള്ളപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ പ്ലീസ് അമ്മ, എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ അമ്മയെ നിർബന്ധിക്കുന്നത്. കാഴ്ചയിൽ ഞങ്ങൾ തമ്മിൽ പ്രായ വ്യത്യാസമൊന്നും തോന്നില്ല. അമ്മ പോയി ഒന്ന് കാണ്, അമ്മയ്ക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നമ്മളെപ്പോലെ പാരമ്പര്യമുള്ള കുടുംബമാണ്, പക്ഷേ വലിയൊരു സാമ്പത്തിക ക്രൈസിസിൽപ്പെട്ട് തകർന്നു പോയി. പക്ഷേ എന്നിട്ടും സ്വന്തം പ്രയത്നത്താൽ ബിസിനസ്സിൽ ഉയർന്നു വരുന്ന ആളാണ്. അമ്മ ഞങ്ങളുടെ വിവാഹം നടത്തി തരണം. അമ്മ സമ്മതം തന്നാൽ മാത്രം മതി. ആഭരണമടക്കം വിവാഹത്തിനുള്ള എല്ലാ ചെലവുകളും അദ്ദേഹം വഹിക്കും. ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് അടുത്ത് പോയി അമ്മ. അന്ന് രഞ്ജു സങ്കടത്തോടു കൂടി വിജയലക്ഷ്മിയോട് പറഞ്ഞ കാര്യങ്ങളാണ്. അതൊക്കെ വിജയലക്ഷ്മി കാറിലിരുന്ന് ആലോചിക്കുകയാണ്. അതൊക്കെ ആലോചിക്കുന്ന സമയത്ത് അവർക്ക് കണ്ണീര് വരികയാണ്. അപ്പോൾ സാരി തലപ്പ് കൊണ്ട് കണ്ണീര് തുടച്ചതിന് ശേഷം വീണ്ടും ഓർക്കുന്നുണ്ട്. അതായത് വിജയലക്ഷ്മി പോയി ഗോവിന്ദിനെ കണ്ടു വന്നതിന് ശേഷം രഞ്ജു വീണ്ടും സംസാരിക്കുകയാണ്. എന്ത് കാരണത്താലാ ഞങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കില്ല എന്നമ്മ പറയുന്നത്? പണവും പാരമ്പര്യവും ഇല്ലേ? അമ്മ അദ്ദേഹത്തെ കാണാൻ പോയതിനു ശേഷം എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അമ്മ എന്താ അദ്ദേഹത്തോട് പറഞ്ഞത്? എന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയണമെങ്കിൽ അമ്മ അവിടെ പോയി എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അതേക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ കാരണം അമ്മയോട് ചോദിക്കാനാണ് പറഞ്ഞത്. എന്താ കാരണം അതെനിക്കിപ്പോൾ അറിയണം. ഞങ്ങൾ തമ്മിലുള്ള വിവാഹം നടന്നില്ലെങ്കിൽ അമ്മയായിരിക്കും എൻ്റെ ഏറ്റവും വലിയ ശത്രു. പിന്നെ നമ്മൾ തമ്മിൽ കാണില്ല. അതൊക്കെ അന്ന് രഞ്ജു പറഞ്ഞ കാര്യങ്ങളാണ്. അതൊക്കെ കാറിലിരുന്നുകൊണ്ട് വീണ്ടും ആലോചിക്കുകയാണ് വിജയലക്ഷ്മി. ഒപ്പം തന്നെ അവർ കരയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ചെമ്പകശ്ശേരിയിലെത്തിയപ്പോൾ നേരെ പൂജാമുറിയിലേക്ക് പോയി ദൈവത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തിയവർ പ്രാർത്ഥിക്കുകയാണ്. ഈശ്വര, ഇങ്ങനെയൊരു പരീക്ഷണം കൂടി പ്രതീക്ഷിച്ചില്ല എൻ്റെ ദേവി. ശിവയ്ക്ക് എന്തിനാ ഇങ്ങനെയൊരു ദുർബുദ്ധി തോന്നിപ്പിച്ചത്? ഈ സമയത്ത് ഗോവിന്ദുമായിട്ട് അവൾ അടുക്കാൻ ശ്രമിക്കുന്നത് എന്തിനാ? അപ്പം അല്പം മുമ്പ് ശിവാനി പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും വിജയലക്ഷ്മിയുടെ മനസ്സിലേക്ക് വരികയാണ്. എന്നെ കതിർമണ്ഡപത്തിലേക്ക് കൈപിടിച്ച് നടത്തേണ്ടിയിരുന്ന നിങ്ങൾ തന്നെയാണ് ഇപ്പം മറ്റൊരു പെൺകുട്ടിയുടെ താലി സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പിന്നെ ദൈവത്തോടായിട്ട് വീണ്ടും പറയാണ്, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒന്നുമേ ഗീതുവിന് അറിയില്ല. എന്നോടുള്ള വിരോധം ശിവ ഗീതുവിനോട് തീർക്കൂ. സ്വന്തം മകളുടെ വിവാഹം മുടക്കിയത് എന്തിനാണെന്ന് ഗീതു എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? അതിനുശേഷം കുറച്ചു നേരം കരഞ്ഞതിന് ശേഷം വീണ്ടും ദൈവത്തോടായിട്ട് പറയാണ്, എല്ലാത്തിനും ഒരു പ്രതിവിധിയേ ഉള്ളൂ. ഇന്ന് അറക്കലിൽ നിന്നും രാധികയും വരുണയെയും ഗീതു പുറത്താക്കുന്ന ആ ദൗത്യം വിജയിക്കണം. ഇതുവരെ ഞാൻ കാത്തു സൂക്ഷിച്ച രഹസ്യങ്ങളെല്ലാം അറക്കലെ മണ്ണിൽ അലിഞ്ഞില്ലാതാവണം. എന്നാലേ എല്ലാ ദുരൂഹതകൾക്കും ഒരവസാനമാകൂ. എല്ലാ ദുരൂഹതകൾക്കും
ഒരവസാനം. യെസ്, ഒരവസാനം. അതേസമയം നമ്മുടെ ഭദ്രൻ ഇരുന്ന് വിലാസിനോട് സങ്കടം പറയാണ്. എൻ്റെ കേസ് ഒരു വക്കീൽ ഏറ്റെടുത്തില്ലെങ്കിൽ ഞാൻ ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും. അതേസമയം വിലാസിന് പറയുന്നുണ്ട്, വെള്ളമടിച്ച് ഓരോന്ന് ചെയ്യുമ്പോഴേ ആലോചിക്കണമായിരുന്നു. ഞാനിനി മദ്യം തൊടത്തില്ല. എന്തിനാ തൊടാതിരിക്കുന്നേ? അങ്ങ് കുടിക്ക്. അത്ര നേരമെങ്കിലും എനിക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാമല്ലോ. എൻ്റെ ഉറക്കെല്ലാം പോയി വിലാസിനി എന്നും പറഞ്ഞ അയാൾ കരയുമ്പോഴേക്കും മുകളിൽ നിന്ന് വിനോദും പ്രിയയും കൂടെ താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പം അയാൾ വിലാസിനോണ്ടിരിക്കുന്നുണ്ട്, ഇവരിതെങ്ങോട്ടേക്കാ? അവരടുത്തെത്തിയ സമയത്ത് വിലാസിനും ചോദിക്കുകയാണ്, നിങ്ങൾ ഈ സാഹചര്യത്തിൽ ഇത് എങ്ങോട്ടാ മക്കളെ ഈ പോകുന്നേ? അപ്പോൾ പ്രിയ പറയാണ്, ഞങ്ങൾ അച്ഛൻ്റെ കേസ് വാദിക്കാൻ ഒരു അഡ്വക്കേറ്റിനെ അന്വേഷിച്ച് പോവുക. അപ്പോൾ സന്തോഷം കൊണ്ട് വിലാസിനെയും ഭദ്രനും എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വിനോദ് എതിർക്കുകയാണ്. വിനോദ് പറയുന്നുണ്ട്, എന്തിനാ കള്ളം പറയുന്നത്? ആ ശീലം വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ വരെ ബാധിക്കും. അപ്പോൾ വിലാസിനെയും ഭദ്രയും കൂടെ മുഖത്തോട് മുഖം നോക്കുകയാണ്. അപ്പോൾ വിനോദിനോട് വിലാസിന് പറയുന്നുണ്ട്, അത് ശരിയാ, നീ ഇതുവരെ കള്ളം പറയാത്ത ആളായതുകൊണ്ട് നിനക്ക് ഉപദേശിക്കാം. അപ്പോൾ വിനോദ് വിലാസിനോട് പറയാണ്, ഞങ്ങളോടെ 5:30 അറക്കലേക്ക് ചെല്ലാൻ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പ്രിയ പറയാണ്, ഞാൻ കള്ളം പറഞ്ഞതല്ല വിനോദ്, ഡിവോഴ്സിൻ്റെ കേസ് ഗീതു ചേച്ചി സ്വന്തമായിട്ട് തന്നെയല്ലേ വാദിച്ചത്, അച്ഛൻ്റെ കേസ് കൂടി വാദിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാനാ ഞാൻ പോകുന്നത്. അപ്പോൾ ഭദ്രൻ ചിരിച്ചവോട് പറയാണ്, ആണോ, എങ്കിൽ ഞങ്ങളും വരാം. അപ്പോൾ പ്രിയൻ്റെയും വിനോദിൻ്റെയും മുഖത്ത് വലിയ താല്പര്യമൊന്നുമില്ല. വിലാസിനെയും പറയാം, ഒരു ശല്യമില്ലാതെ ഞങ്ങൾ കാറിൻ്റെ പുറകിൽ അങ്ങ് ഒതുങ്ങിയിരുന്നോളാം, നിങ്ങളെ കൊണ്ട് ചെല്ലരുതെന്ന് ചേച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അറക്കൽ കുടുംബവുമായിട്ട് ബന്ധമുള്ളവർ മാത്രം ചേരുന്നൊരു മീറ്റിംഗ് ആണിത്. അപ്പോൾ ഭദ്രൻ എടുത്ത വഴിക്ക് പറയാണ്, അങ്ങനെയാണെങ്കിൽ അറക്കൽ കുടുംബവുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആളാണ് ഞാൻ. അപ്പോൾ പ്രിയ ചോദിക്കുകയാണ്, എൻ്റെ അച്ഛനെ കുത്തുവാള എടുപ്പിച്ച് ആത്മഹത്യയിലേക്ക് നയിച്ച ബന്ധമല്ലേ? അതേ ദേഷ്യത്തോടെ തന്നെ പ്രിയ പറയുന്നത്, വരരുതെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് വന്നാ ഏട്ടൻ ചിലപ്പോൾ കാല് തല്ലി ഒടിക്കാനും മടിക്കില്ല. വിനോദ് പറയാണ്, എന്നാൽ പോയിട്ട് വരാം. അപ്പോൾ പ്രിയ പറയുന്നുണ്ട്, അമ്മേ വരുമ്പോഴേക്കും കിച്ചണൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചേക്കണേ. അവർ രണ്ടുപേരും പോകുമ്പോഴേക്കും വിലാസിൻ്റെയും ഭദ്രൻ്റെ മുഖത്ത് ദേഷ്യം അങ്ങോട്ടേക്ക് നിറയാണ്. അപ്പോൾ വിലാസിന് പറയുന്നുണ്ട്, അവൾ ഗീതുവിനോട് സംസാരിക്കാനൊന്നും പോകുന്നില്ല, പക്ഷേ അവൾ പറഞ്ഞ ബുദ്ധി കൊള്ളാം, ഭദ്രേട്ടൻ്റെ കേസ് ഗീതുവിനെ കൊണ്ട് വാദിപ്പിക്കാം. അപ്പോൾ അയാൾ സംശയത്തോടു കൂടി ചോദിക്കുകയാണ്, 3 വർഷത്തെ തടവ് ജീവപര്യന്താവോ? നമ്മൾ കരഞ്ഞു പറഞ്ഞാൽ അവൾ കേൾക്കും, നമുക്ക് അവളെ പോയി ഒന്ന് കണ്ടാലോ? അപ്പോൾ ഭദ്രൻ പറയുന്നുണ്ട്, അവരുടെ രഹസ്യയോഗത്തിലേക്ക് കടന്നു ചെന്നാൽ ഗോവിന്ദൻ നമ്മൾ ഓടിച്ചിട്ടടിക്കും, ഗീതു ഈ ജന്മത്തിൽ കേസ് എടുക്കത്തും ഇല്ല. നമുക്ക് അടുത്ത ദിവസം പോയിട്ട് രഹസ്യമായിട്ട് ഗീതുവിനെ കാണാം. ഗീതു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് മുകളിൽ നിന്ന് താഴേക്ക് വരികയാണ്. ഓഫീസിൽ നിന്ന് വേഷമൊക്കെ മാറ്റിയിട്ട് കയ്യിലാണെങ്കിൽ ലാപ്ടോപ്പ് ഉണ്ട്, അതിനിങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പം തൊട്ടടുത്തുകൂടെ തന്നെ വരുണും അതേപോലെ തന്നെ രാധികയും പോവുകയാണെങ്കിൽ രണ്ടുപേരും ഗീതു മൈൻഡാക്കുന്ന കൂടെയില്ല. ഗീതു ലാപ്ടോപ്പും കൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അവളെ തന്നെ നോക്കിയതിന് ശേഷം രാധിക വരുണിനോട് പറയുന്നുണ്ട്, അവളുടെ മട്ടുഭാവവും കണ്ടപ്പോൾ ഒരു ബോംബിടാനുള്ള എല്ലാ തയ്യാറെടുപ്പുമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ ഒഴിഞ്ഞു നിന്ന് നമ്മുടെ കാഞ്ചന കേൾക്കുന്നുണ്ട്. കടവുളെ ബോംബോ? അതിനുശേഷം ഗീതുവിനെ നോക്കുകയാണ്. അപ്പോൾ ഗീതു മുറിയിലേക്ക് പോകുന്നത് കാണും. അപ്പം കാഞ്ചന മനസ്സിലായിരിക്കും, അന്ത ലാപ്ടോപ്പിലായിരിക്കുമോ ബോംബ്? അപ്പോൾ വരുണ രാധികയോടായിട്ട് പറയാണ്, അവൾ 5:30 മീറ്റിംഗ് വെച്ചിരിക്കുന്നത് തന്നെ എന്തോ ഒരു രഹസ്യം പൊളിക്കാനാ. അപ്പോൾ രാധികൻ ദേഷ്യത്തോട് പറയും, അതെന്താണെന്ന് ഓർത്ത എൻ്റെ ടെൻഷൻ, ഇതിനിടയിൽ നിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചോ? അപ്പോൾ പെട്ടെന്ന് തന്നെ വരുണ പറയാണ്, അമ്മയ്ക്കറിയാലോ ഞാനിപ്പോൾ വളരെ സൈലൻ്റ് ആണെന്ന്, പിന്നെ എന്തിനാണോ അവൾ മീറ്റിംഗ് വെച്ചിരിക്കുന്നത്? അപ്പോഴേക്കും മാമി എന്ന് വിളിച്ചുകൊണ്ട് കാഞ്ചന അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊരു കാര്യം പറയട്ടെ. അപ്പോൾ വരുണ ദേഷ്യത്തോടു കൂടെ പറയുന്നുണ്ട്, നിനക്ക് എന്താണ് ഞങ്ങൾ സംസാരിക്കുന്നിടത്ത് കാര്യം? ഇങ്ങനെ ആരെങ്കിലും സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നതാണോ നിൻ്റെ ഹോബി? അപ്പോൾ രാധിക പറയും, വരുൺ നീ ദേഷ്യപ്പെടാതെ. കാഞ്ചന എന്താ നിനക്ക് പറയാനുള്ളത്? അതായത് ഗീതു പാപ്പ ഇപ്പോൾ കെട്ടിപ്പിടിച്ച് നടക്കുന്ന ലാപ്ടോപ്പില്ലയാ, അതുക്കുള്ളേ എന്തോ രഹസ്യം ഇருக்கு, അതേക്കുറിച്ച് പറയാനും അറിയിക്കാനുമാണ് ഇന്നത്തെ മീറ്റിംഗ്. അപ്പോൾ രാധികയെ ആലോചിച്ച് നോക്കുകയാണ്. അതിനുശേഷം കാഞ്ചനയോട് പറയുന്നുണ്ട്, നീ ഒരു മണ്ടിയാണെങ്കിലും അത്യാവശ്യം വിവരമുണ്ട്. അപ്പോൾ കാഞ്ചന പറയും, താങ്ക്സ്. അപ്പം രാധിക പറയുന്നുണ്ട്, വരുൺ ഗീതു വന്നപ്പോൾ മുതൽ ആ ലാപ്ടോപ്പ് താഴെ വെച്ചിട്ടില്ല, അതിനുള്ളിൽ നമുക്കെതിരായിട്ടുള്ള എന്തോ ഒരു ആയുധം അവൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് എന്ന് രാധിക പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ വരുൺ പറയും, ഒരു മിനിറ്റ്. കാഞ്ചനക്ക് നേരെ തിരിഞ്ഞ് നീ പോയിക്കോ. അതിനുശേഷം വരുണിൻ്റെ അമ്മയ്ക്ക് നേരെ തിരിയാണ്. അപ്പോൾ രാധിക ചോദിക്കുന്നുണ്ട്, ഓഫീസിലെ എന്തെങ്കിലും തിരിമറി അവൾ കണ്ടെത്തിയിട്ടുണ്ടോ? നമ്മൾ നടത്തുന്ന എല്ലാ കള്ളത്തരങ്ങളും കണ്ടുപിടിക്കുമെന്നും അതൊക്കെ ഗോവിന്ദനെ അറിയിക്കുമെന്നും അവൾ വെല്ലുവിളിച്ച് ഓർക്കുന്നില്ലേ? അപ്പോൾ വരുൺ പറയാണ്, എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ക്രമക്കേടും നടന്നിട്ടില്ല, എങ്കിൽ പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, അവൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണാം എന്നും പറഞ്ഞ് നോക്കുമ്പോഴേക്കും ഗീതു പുറത്തു നിന്നും ഗോവിന്ദ് ഓഫീസിൽ വന്ന സമയത്ത് ഗോവിന്ദിനെയും കൂട്ടിക്കൊണ്ടാണ് അകത്തേക്ക് വരുന്നത്. അപ്പം ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, എന്തിനാ മീറ്റിംഗ് വെച്ചിരിക്കുന്നത്? അപ്പോൾ ഗീതു പറയാ, അതിന് ഇനിയും കഷ്ടിച്ചൊരു 1/2 മണിക്കൂറും കൂടെ ഉള്ളൂ, അപ്പോഴറിഞ്ഞാൽ പോരെ. അപ്പം ചിരിച്ചുകൊണ്ട് ഗോവിന്ദ് പറയുന്നുണ്ട്, അല്ല ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊന്ന് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കായിരുന്നല്ലോ. അതിനുശേഷം രാധികയും വരുണിനെ നോക്കിക്കൊണ്ട് ഗീതു ഒന്ന് ആക്കും പോലെ പറയാണ്, ചില പൊയ്മുഖങ്ങൾ അഴിഞ്ഞു വീഴുന്നത് കണ്ടിട്ട് നേരിൽ കാണാം, അതുപോലെ.
അതിനുശേഷം അവരെ പാസ് ചെയ്തിട്ട് ഗീതു മുന്നോട്ടേക്ക് നടക്കുകയാണ്. അപ്പോൾ അടുത്തെത്തിയ സമയത്ത് ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ എന്ന് ചോദിക്കുന്ന സമയത്ത് അറിയില്ല എന്നുള്ള അർത്ഥത്തിൽ രാധിക തലയാട്ടാണ്. അപ്പോൾ ഗീതുവിന് പിന്നാലെ തന്നെ ഗോവിന്ദും മുകളിലേക്ക് പോവാണ്. അവർ കുറച്ച് മുന്നോട്ടേക്ക് പോയതിനു ശേഷം പെട്ടെന്ന് തിരിഞ്ഞുകൊണ്ട് രാധിക വരുണിനോട് പറയാണ്, സത്യം പറ വരുൺ, നിന്റെ എന്തോ കള്ളത്തിൽ അവൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ കൂടെ എന്നെ ഉൾപ്പെടുത്തി കുരുക്കാനാ അവളുടെ പ്ലാൻ. നീ എന്താ ചെയ്തതെന്നൊന്ന് പറ. ഞാനൊന്നും ചെയ്തിട്ടില്ല അമ്മേ. ഇപ്പോഴേക്കും കാഞ്ചന വീണ്ടും വരികയാണ്. മമ്മി മമ്മി നീ എന്ത് കേൾക്കാനാ വീണ്ടും വന്നത്? അപ്പം പറയാണ്, കേൾക്കാനല്ല പറയാനാ. വരുൺ മാമനെ കാണാൻ സുവർണാമ്മയും രാധികാമ്മയെ കാണാൻ വേണ്ടി അജാസ് അണ്ണനും വന്നിട്ടുണ്ട്. അപ്പോൾ വരുൺ പറയാണ്, അവർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോരെ, ഇങ്ങനെ പ്രത്യേകം എടുത്തു പറയണോ? അവർ വരുന്നത് നിങ്ങളെ പ്രത്യേകം കാണാനല്ലേ, അതുകൊണ്ട് രേഖ പാപ്പ പറഞ്ഞു അങ്ങനെ തന്നെ പറയണമെന്ന്. വരുണ് ദേഷ്യം പിടിച്ചുകൊണ്ട് ഇറങ്ങാൻ പോയപ്പോഴേക്കും രാധിക തടയാണ്. വരുൺ, നീ ഇപ്പോൾ ആരോടും ദേഷ്യം കാണിക്കാൻ വേണ്ടി പോകണ്ട. നമുക്കെതിരെ ഗീതു ഒരു കുരുക്ക് മുറുക്കുന്നുണ്ട്. അതിൻ്റെ ക്ലൈമാക്സാ ഈ മീറ്റിംഗ്. നമ്മൾ കരുതലോടെ നിൽക്കണം. ഇത് മുറിയിലെത്തിയതിനു ശേഷം ഗോവിന്ദന് മാറ്റിയെടുക്കാനുള്ള ഡ്രസ്സ് എടുത്ത് വെക്കുകയാണ്. അതിനുശേഷം അത് ഗോവിന്ദനെ ഏൽപ്പിച്ചുകൊണ്ട് സ്നേഹത്തോടെ ഇതാന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പം ഗോവിന്ദ് ഫോണിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗീതു സ്നേഹത്തോട് ചോദിക്കും, അതെ ഓഫീസിൽ വന്ന പെണ്ണാരാ? അപ്പോൾ ഗോവിന്ദ് തിരിച്ചു ചോദിക്കും, അറിഞ്ഞിട്ടെന്തിനാ? അല്ല, എനിക്കറിയേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിലും മറ്റുള്ളവർ ഓരോന്ന് പറയുമ്പോൾ മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥയാണല്ലോ. ആരെയും മറ്റുള്ളവർ? ഗോവിന്ദ് ചോദിക്കണം. നമ്മുടെ ഓഫീസിലുള്ളവർ. അവിടെ എല്ലാവരും ഈ പെണ്ണിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. മറുപടിയൊന്നും പറയാതെ ഗോവിന്ദ് ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഗീതു വീണ്ടും പിന്നെന്ന് പറയുന്നുണ്ട്, 1000 കുടങ്ങളുടെ വായ കെട്ടാം, പക്ഷേ ഒരു മനുഷ്യൻ്റെ വായ പോലും നമുക്ക് കെട്ടിവെക്കാൻ പറ്റില്ലല്ലോ. വന്നത് കണ്ണേട്ടൻ്റെ പഴയ ക്രഷാണെന്നാ അവിടെയുള്ളവരുടെയൊക്കെ സംസാരം. ഗോവിന്ദ് ഒന്നും പറയാതെ ഗീതുവിന് ഓപ്പോസിറ്റായിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഗീതു വീണ്ടും ചോദിക്കുന്നുണ്ട്, ആണോ കണ്ണേട്ടാ? എന്നിട്ടൊന്നും പറയാതെ ബാത്റൂമിനടുത്തേക്ക് പോകുമ്പോൾ വീണ്ടും ഗീതു ചോദിക്കുകയാണ്, അവൾ കണ്ണേട്ടൻ്റെ പഴയ ക്രഷാണോ? അപ്പോൾ പെട്ടെന്ന് ആറ്റിറ്റ്യൂഡ് തന്നെ മാറ്റി ഗോവിന്ദ് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു വരും. എന്നിട്ട് പറയും, ഈ ക്രഷ് എന്നൊക്കെ ഉള്ളതേ ന്യൂജൻ കാലത്തെ സംസാര രീതിയാണ്. ഞങ്ങളുടെ കാലത്തൊക്കെ ലൈൻ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഗീതു ദേഷ്യത്തോടെ പറയും, ലൈൻ എന്ന് ഇപ്പോഴും പറയാം. അപ്പോൾ വന്നത് ലൈനായിരുന്നോ? അപ്പോൾ ഗോവിന്ദ് ഒന്നുകൂടെ ഗീതുവിൻ്റെ അടുത്തേക്ക് മുഖം വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, വെറും ലൈനായിരുന്നെങ്കിൽ ഇവിടെ താമാടപ്പെട്ടി അവളുടെ കയ്യിൽ വരുമോ? അപ്പോൾ ഗീതു ചെറുതായിട്ടൊന്ന് പതറുകയാണ്. അപ്പം ഗോവിന്ദ് ഒന്ന് മൂളിപ്പാട്ടൊക്കെ പാടി എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടി പോകുമ്പോൾ ഗീതു പിന്നെയും ചോദിക്കും, അപ്പോൾ അതിനു മേലെയായിരുന്നു ആ റിലേഷൻ? അപ്പോൾ ഗോവിന്ദ് വീണ്ടും ഗീതുവിന് നേരെ തിരിഞ്ഞിട്ട് പറയും, നീ എന്തിനാ ഇതൊക്കെ അറിയുന്നത്? നമ്മളൊരു കോൺട്രാക്റ്റിൽ പെട്ടുപോയി, അതിൽ ഞാൻ പെട്ടുപോയി. എങ്ങനെയെങ്കിലും ഒരു കരക്കെത്തിച്ചിട്ട് ആ കോൺട്രാക്റ്റിൽ നിന്ന് ഒന്ന് തലയൂരാനാണ് എൻ്റെ ഇപ്പോഴത്തെ ശ്രമം. അതുകൊണ്ട് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടണ്ട. അപ്പോൾ ഗീതുവിൻ്റെ മുഖം വാടുകയാണ്. അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട്, എന്നെ കളഞ്ഞിട്ട് വേറെ വല്ലവന്മാരുടെയും കൂടെ പോകാനാണോ പ്ലാൻ? ആണെങ്കിലും അല്ലെങ്കിലും അത് നിന്നെ ബാധിക്കുന്ന വിഷയമല്ല. അപ്പോൾ ഗീതു പെട്ടെന്ന് പറയും, അതെ, ആ പഴയ ക്രഷ് എന്നെക്കാളും സുന്ദരിയാണോ? അപ്പോൾ ഗോവിന്ദിന് ശരിക്കും പറഞ്ഞാൽ ചിരി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗോവിന്ദ് മെല്ലെ ഗീതുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, നീ വെറും കുട്ടിയാണ്. എൻ്റെ ക്രഷൊക്കെ കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള ആൾക്കാരാ. അതുകൊണ്ട് സൗന്ദര്യം വെച്ചിട്ടൊരു കമ്പാരിസത്തിനൊന്നും നിൽക്കണ്ട മോളെ. ഗീതുവിന് ചെറുതായിട്ടൊരു പണി കൊടുത്ത സന്തോഷത്തിനാണ് ഗോവിന്ദ് ബാത്റൂമിലേക്ക് പോകുന്നത്. അപ്പോൾ ഗീതു പിന്നിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, ഇതൊക്കെ കണ്ണേട്ടൻ എന്നെ വെറുതെ വട്ടാക്കാൻ വേണ്ടി പറയുക. ഗോവിന്ദ് മറുപടിയൊന്നും പറയാതെ കണ്ണട ഊരി വെച്ചിട്ട് ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഗീതു വീണ്ടും പറയും, അറക്കലും ഇന്ന് ഓഫീസിലേക്കും വന്ന ആ പെണ്ണ് കണ്ണേട്ടൻ്റെ ശത്രുവാ, അതേ ക്രഷൊന്നും അല്ല. അപ്പോൾ ഗോവിന്ദ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വന്നിട്ട് പറയും, അവളെൻ്റെ ക്രഷാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, പറഞ്ഞോ? ഓ. അപ്പോൾ ഗീതുവിനെ ഒന്നുകൂടെ വട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ പുറത്തുനിന്ന്, അതായത് ഷർട്ട് ബട്ടൻ്റെ പുറത്തുനിന്ന് അയക്കുന്ന സമയത്ത് വീണ്ടും പാട്ടൊക്കെ പാടുകയാണ്. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർക്കാറ്റ്. ഗീതുവിനെ ഇങ്ങനെ ചൂട് പിടിപ്പിക്കുകയാണ് ഗോവിന്ദ്. ഗീതു ഇങ്ങനെ നോക്കും, ആരോടും പറയരുത് ഈ പ്രേമത്തിൻ ജീവരഹസ്യം. അപ്പോൾ ഗീതു ഇങ്ങനെ മൂളിക്കൊണ്ട് നിൽക്കുകയാണ് ദേഷ്യത്തോടെ. അപ്പം ഗോവിന്ദ് ഇങ്ങനെ ചൊടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ പാട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഗീതു മനസ്സിൽ വിചാരിക്കും, പ്രേമത്തിൻ്റെ ജീവരഹസ്യം, തൽക്കാലം ഞാൻ ഈ കേസ് പെൻഡിങ്ങിൽ വെച്ചിരിക്കുക. അങ്ങനെ വല്ലതുണ്ടെങ്കിൽ വിവരം അറിയും രണ്ടും. പമ്പത്തെ രാധികാമ്മയും വരുണ്യം വരെ ഒതുക്കി. പിന്നെയാ ഇവൾ. ഗീതു ദേഷ്യപ്പെട്ടിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ വീണ്ടും ഗോവിന്ദ് ചൊടിപ്പിക്കുകയാണ്. ഗോവിന്ദ് വീണ്ടും ഗീതുവിന് നേരെ തിരിഞ്ഞിട്ട് ഉറക്കെ പാടാണ്, ആരോടും പറയരുത് ഈ പ്രേമത്തിൻ ജീവരഹസ്യം. ഗോവിന്ദ് എന്നിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് കണ്ണാടിക്ക് മുന്നിൽ നിന്നിട്ട്. ഗീതു അതേസമയം പുറത്തിറങ്ങി നിന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇന്നത്തെ മീറ്റിംഗ് യാതൊരു അപാകതയില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണനെ കണ്ടിട്ട് പ്രാർത്ഥിച്ചേ പറ്റൂ. എല്ലാം ഭംഗിയായി നടക്കാം. പൂജാമുറിയിൽ കണ്ണൻ്റെ മുന്നിൽ ചെന്ന് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാം. ഗീതു പൂജാമുറിയിൽ ചെല്ലുന്ന സമയത്ത് രേഖ അവിടെയൊക്കെ വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട്, ഇതെന്താ രേഖച്ചി പതിവില്ലാതെ പൂജാമുറിയിൽ ഒരുക്കം? അപ്പോൾ രേഖ ചോദിക്കുന്നുണ്ട്, വന്ന് ഓഫീസിലെ കാര്യങ്ങളും ഗോവിന്ദേട്ടൻ്റെ കാര്യങ്ങളും മാത്രമേ ഉള്ളൂ തലയിൽ. അപ്പോൾ ഗീതു പറയാ, ജീവമരണ പോരാട്ടത്തിനിടയിൽ മറ്റൊന്നിനെ കുറിച്ച് ആലോചിക്കാൻ സമയം കിട്ടുന്നില്ല രേഖച്ചി.
അപ്പോൾ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് മറന്നു അല്ലേ? ഈ ഒരുക്കങ്ങൾ കണ്ടിട്ട് നിനക്ക് മനസ്സിലായിട്ടില്ല? നാളെ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും കണിയൊരുക്കുന്ന വിഷുവാ. അപ്പൊ ഗീതു സങ്കടത്തോടുകൂടി പറയാണ്, അയ്യോ ഞാനത് മറന്നു. അപ്പൊ രേഖ പറയുന്നുണ്ട്, സദാ നേരം കണ്ണനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന നീ ഒരിക്കലും ഇത് മറക്കാൻ പാടില്ലായിരുന്നു. അപ്പൊ ഗീതുവിന് ഭയങ്കര സങ്കടമായിട്ട് കണ്ണനെ നേരെ നോക്കുകയാണ്. അതിനുശേഷം രേഖയോട് പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ രേഖച്ചി, കുറച്ച് ദിവസമായിട്ട് ഞാൻ വലിയൊരു ലക്ഷ്യത്തിന് പിന്നാലെയാ. അതിന്റെ ക്ലൈമാക്സാ ഇന്ന് നടക്കുന്ന മീറ്റിംഗ്. എൻ്റെ എല്ലാ ലക്ഷ്യത്തിൻ്റെയും ഉദ്ദേശം നിറവേറ്റാൻ വേണ്ടിയിട്ട് കണ്ണന് മുന്നിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. ഇപ്പം രേഖയും തിരിച്ചു പറയാണ്, മീറ്റിംഗ് തുടങ്ങി ആളുകളൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കലവില ബഹളമാവും. അതിനു മുമ്പ് നാളത്തേക്കുള്ള വിഷുവിന് വേണ്ട ഒരുക്കങ്ങൾ നടത്താനുള്ള ശ്രമത്തിലാണ് ഞാനും. അപ്പം ഗീതു കണ്ണ് നേരെ തിരിഞ്ഞിട്ട് കൈകൂപ്പിക്കൊണ്ട് പറയാണ്, എൻ്റെ ഡിയറസ്റ്റ് കണ്ണ, മറ്റുള്ള തിരക്കുകൾക്കിടയിൽ വിഷു മറന്നുപോയത് എന്നോട് ക്ഷമിച്ചേക്കണേ കണ്ണ. അപ്പം പുഞ്ചിരിച്ചുകൊണ്ട് രേഖ ചോദിക്കുന്നുണ്ട്, ഈ മീറ്റിംഗ് എന്തിനു വേണ്ടിയാണെന്ന് നീ പറഞ്ഞില്ലല്ലോ ഗീതു. അപ്പോൾ ഗീതു പറയാണ്, ഇപ്പോൾ അതേക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നമ്മൾ തമ്മിലുള്ള റിലേഷൻ പോലും മോശമാവുമെന്ന് എനിക്ക് ഭയമുണ്ട്. രേഖ പുഞ്ചിരിച്ചുകൊണ്ട് വന്ന് ഗീതുവിൻ്റെ കൈ പിടിച്ചിട്ട് പറയാണ്, ഇനി ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിന് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. ഉറപ്പാണല്ലോ? ചിലപ്പോൾ വരുണേട്ടൻ ചെയ്ത എന്തെങ്കിലും ക്രമക്കേടിൻ്റെ പേരിൽ ഞങ്ങളെ ഇവിടുന്ന് പുറത്താക്കിയാലും നീ എന്നും എനിക്ക് അനിയത്തിയും കൂട്ടുകാരിയും ആയിരിക്കും. ഗീതു പറയാണ്, രേഖേച്ചി എല്ലാം അറിഞ്ഞുകൊണ്ട് ഒന്നും അറിയില്ല എന്ന് അടിക്കുകയാണെന്ന് എനിക്കറിയാം. ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്തിനാണെന്ന് രേഖേച്ചിക്ക് നന്നായിട്ട് മനസ്സിലാവും. പ്രിയ കൂടി ആ കാര്യങ്ങൾ ആ സെൻസിലെടുത്താൽ കുറച്ചുകൂടി നന്നാവും. അതിനുശേഷം കണ്ണ് നേരെ തിരിഞ്ഞിട്ട് ഗീതു പറയാണ്, എൻ്റെ കണ്ണ, നീ അനുഗ്രഹിച്ച മാലിന്യങ്ങൾ കഴുകിക്കളഞ്ഞ ഈ അറക്കൽ കുടുംബത്തിൽ നിന്റെ സന്തോഷത്തോടു കൂടെ ഇവിടെ വിഷു ആഘോഷിക്കും. പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ വിഷു പുലരികളും മനസ്സിൽ സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞതാവും. വിവാഹശേഷമുള്ള എൻ്റെ ആദ്യത്തെ വിഷുവായത് എന്ന് പറഞ്ഞിട്ട് കണ്ണ് നേരെ കൈകൂപ്പിയിട്ട് കണ്ണടച്ച് നിൽക്കുകയാണ് ഗീതു. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.